നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് വാഗമണിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പു സാറാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ട് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഗാലക്സി ബസിന്റെ മുതലാളിയായ അനന്ത് ബ്രോയാണ് ഇന്ന് നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്യുന്നത്. ബാലരാമപുരത്ത് ജിയോയുടെ പമ്പിൽ കയറി ഡീസൽ അടിച്ച വണ്ടി പിന്നെ അടൂരിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. ചായ കുടി കഴിഞ്ഞപ്പോൾ അപ്പു സാറ് ബർത്ത് കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അനന്ത് ബ്രോ ഇവിടെ പാട്ടും പാടിയിരുന്നു മാസ്മരിക്ക ഡ്രൈവിംഗിലാണ്. ഈരാറ്റുപേട്ട റോഡ് കയറിയാണ് നമ്മൾ ഇന്ന് വാഗമണിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കി. നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരെ വ്യൂ കാണാൻ പോയപ്പോൾ അപ്പു സാറ് കഴിച്ചുകൊണ്ട് നമുക്കൊരു സാധനം കാണിച്ചു തരികയാണ്. നമ്മൾ വന്ന് അതേ വഴിയിലൂടെ വോക്കലൊക്കെ ഇട്ടൊരു ബസ് കയറി വരും. അടുത്തെത്തിയപ്പോഴും അത് സിംഗത്തിന്റെ കളർ വണ്ടി ആയിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇവിടുത്തെ വ്യൂ എല്ലാം കണ്ടുവന്ന നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെ എല്ലാം കയറ്റിയിട്ട് നമ്മൾ നേരെ പോകുന്നത് മെഡോസിലേക്ക്. അതെ, മെഡോസ് എന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്നിൽ ഇറങ്ങിയ ആൾക്കാരെല്ലാം ഷടപടേ എന്ന് പറഞ്ഞ എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന് നമ്മുടെ വണ്ടിയിൽ കയറി. അപ്പോഴേക്കും അനന്തപുരം വീണ്ടും പാട്ടും പാടി വണ്ടി ഓടിക്കുന്ന സമയത്ത് പുള്ളിക്ക് പാട്ട് പാടണം, അത് പുള്ളിയുടെ മെയിൻ. പക്ഷെ അത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ ആരും ആലോചിക്കുന്നില്ലല്ലോ. അങ്ങനെ കാളരാഗമൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അനോക്കിയിലെത്തി. അനോക്കിയിൽ നിന്ന് കിട്ടുന്ന ഫുഡും കഴിച്ച് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയപ്പോഴും ആ കാമോനോട്ടത്തിന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതെ, ബസ് ഫീൽഡിലെ കാമോനോട്ടത്തിന് നമ്മൾ ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് നേരെ പൈൻ ഫോറസ്റ്റിന്റെ പാർക്കിങ്ങിൽ കൊണ്ട് നമ്മുടെ വണ്ടി അങ്ങ് ഒതുക്കി. വണ്ടിയിലൊന്നും ആളുകൾ പൈൻ ഫോറസ്റ്റ് കാണാൻ പോയപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടിക്കകത്തിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരും വന്ന് വണ്ടിയിലും കയറി. പിന്നെ നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്ക് കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പു സാർ വോക്കലങ്ങ് ഓണാക്കി. 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആൾക്കാർ വരെ നമ്മുടെ പാട്ട് കേട്ടിട്ട് വണ്ടി ഏതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. വാഗമണിലാണെങ്കിൽ അഡ്വഞ്ചർ പാർക്കിലല്ലാതെ ഇപ്പൊ വേറൊരിടത്തും വോക്കൽ ഓണാക്കാൻ പറ്റില്ല. അങ്ങനെ വോക്കലൊക്കെ ഇട്ട് നമ്മുടെ വണ്ടിയിലൊന്ന് ആൾക്കാരെ അഡ്വഞ്ചർ പാർക്ക് കാണാൻ വിട്ടപ്പോഴാണ് അപ്പു സാർ വണ്ടിക്കകത്തിരുന്ന് തള്ളുകഥകൾ പറയാൻ തുടങ്ങിയത്. അങ്ങനെ എന്റെ ചേട്ടന്റെ കൂടി അപ്പു സാറും തള്ളുകഥകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാഗമണിലെ സൈറ്റ് സീയിങ് എല്ലാം കുശാലായിട്ട് തന്നെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ട് സേഫ് ആയിട്ട് ഇറക്കി. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ